ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്ന നിർത്തില്ല. പ്രതികരിക്കുന്നതാണ് കേട്ടത്. അതെ, രാഹുൽ ഈശ്വറിന്റെ പ്രതികരണമായിരുന്നു നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വീഡിയോകൾ ഒരിക്കലും നിർത്തില്ല, അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പ്രതികരിച്ചത്. രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിലവിൽ നടക്കുന്ന തെളിവെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന വേളയിലാണ് രാഹുൽ ഈശ്വർ പോയ വഴിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വീഡിയോകൾ ചെയ്യുന്നത് ഒരിക്കലും നിർത്തില്ല എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തി എന്ന പരാതിയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തത്. ഈ കേസ് എടുത്തപ്പോൾ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എടുത്ത ഈ കേസ് എടുത്തപ്പോൾ തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രതികരണം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടാകണം, താൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല, തന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിക്കൂ തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ നിരന്തരമായി മാധ്യമങ്ങളോട് ഓരോ വേളയിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വീഡിയോകൾ ചെയ്യുന്നത് നിർത്തില്ല എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയത്. എന്തായാലും മാനസയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. മാനസ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ മുറുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം, ഈ നടത്തിയ ശബ്ദശകലങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയിൽ നടത്തിയത് ഈ സംഭാഷണം രാഹുൽ തന്നെയാണ് എന്ന് തെളിവാകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് സിന്ദൂരി. രാവിലെ ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് രാഹുലിൻ്റെതാണ് ശബ്ദരേഖ എന്ന് തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള ഫലം തന്നെയാണ് ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ചത് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പുറത്തു പറയുന്നത്. അതായത് ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുക്കുന്നു എന്ന് തന്നെയാണ്. അതായത് പാതിയോളം ശബ്ദരേഖകളുടെയും പരിശോധന കഴിഞ്ഞ ദിവസം തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത്. ഈ പരിശോധിച്ച ശബ്ദ സന്ദേശങ്ങളും ശബ്ദരേഖകളൊക്കെയും തന്നെ അതിജീവിതയുടെയും രാഹുലിൻ്റെതാണ് എന്നത് പൂർണ്ണമായും തെളിഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് SIT ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡബ്ബിംഗ് AI സാധ്യതകളായിരിക്കാമെന്ന വാദങ്ങളൊക്കെയും തന്നെ തള്ളുന്ന രീതിയിലുള്ള ഒരു ഫലം തന്നെയാണ് ശാസ്ത്രീയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇത് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ഓഡിയോകൾ പുറത്തു വന്നപ്പോൾ രാഹുൽ ഇതിനെ നിഷേധിക്കാതെ തന്നെയായിരുന്നു മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയിരുന്നത്. അതിൽ നിന്നും തന്നെ വ്യക്തത വന്നതാണ്. ഈ ശബ്ദ സന്ദേശങ്ങളും ശബ്ദരേഖയും ഒക്കെയും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത് തന്നെയാണ് എന്നുള്ളത്. കാരണം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു മനോഭാവം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും കാണേണ്ടത്. അത് തന്നെ ശരിവെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഫലമാണ് ശബ്ദ പരിശോധനയിൽ കഴിഞ്ഞ പരിശോധനയിൽ ഇന്ന് വ്യക്തമായിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇതിൻ്റെ പരിശോധനയും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. യുവതിയുടെ മൊഴി ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ ഈ ഗർഭചിത്രം നടത്തുന്നതിനായി രാഹുൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിനായി 2 ഗുളികകളൊക്കെയും തന്നെ യുവതിക്ക് കൈമാറിയിരുന്നു. അത് കഴിച്ചതിന് പിന്നാലെ അപകടാവസ്ഥയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ യുവതി തന്നെ നൽകിയ മൊഴിയാണ്. ഇത് ശരിവെച്ചുകൊണ്ടായിരുന്നു ഡോക്ടർമാരുടെയും മൊഴി എന്ന് പറയുന്നത്. തീർച്ചയായും ഇത്തരം തെളിവുകളൊക്കെയും തന്നെ രാഹുലിന് എതിരെ ശക്തമായി വരുമ്പോൾ രാഹുലിന് കുറുക്കു മുറുകുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ രാഹുൽ ഈശ്വറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ച കേസിൽ ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളത് കണ്ടെത്തുവാനുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് രാഹുൽ ഈശ്വറിന്, അതായത് സൈബർ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചാനൽ ചർച്ചകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായും അതിജീവിതയെ വളരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അതിജീവിത തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 6 പ്രതികളാണ് ഉള്ളത്. അതിൽ 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയോടുകൂടി കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. അതിന് മുന്നോടിയായി തെളിവെടുപ്പ് നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ്. കഴിഞ്ഞ ദിവസം രാത്രി രാഹുൽ ഈശ്വറിന്റെ തന്നെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് പോലീസ് ഇവിടെ രാഹുലിനെ ചോദ്യം ചെയ്യാനായി എത്തിയപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ പകർത്തിയ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ലോഗ് അത് രാത്രി 7-8 മണിയോടുകൂടി അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തൻ്റെ ലാപ്ടോപ്പ് മറച്ചു വെക്കുകയാണ്, അത് ഇവിടെ ഒളിപ്പിച്ച് വെക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ആ വ്ലോഗിൽ പറയുന്നുണ്ട്. ആ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെ ചിത്രീകരിക്കാൻ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടാകും. അതിൽ പ്രധാനമായും ഫോൺ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലാപ്ടോപ്പ്. ഇനി മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതും ഈ വീട്ടിൽ നിന്നും പരിശോധിക്കുന്നുണ്ട്. തെളിവെടുപ്പിൽ അതും ലഭ്യമാവുകയാണെങ്കിൽ അതും കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം എന്ന് പറയുന്നത്. ശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക. കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുൻപേ വൈദ്യപരിശോധന നടക്കും. വൈദ്യപരിശോധനത്തിനായി കൊണ്ടുപോയതിനു ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളതാണ്, രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയും പരിഗണിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതേ അഭിഭാഷക സംഘം തന്നെയാണ് രാഹുൽ ഈശ്വറിനും ഈ ജാമ്യ ഹർജി നൽകാനായി എത്തുന്നത് എന്ന് തന്നെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അല്പസമയം മുൻപ് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന നിലപാടിൽ നിന്നും മാറ്റമില്ല, ഇനിയും തുടരും എന്ന് തന്നെയാണ്. അതായത് അതിജീവിതയെ ഇനിയും അധിക്ഷേപിക്കാനുള്ള രീതിയിലേക്ക് തന്നെ രാഹുൽ ഈശ്വർ പോകുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്പസമയം മുൻപും രാഹുൽ ഈശ്വർ പറഞ്ഞത്. സിന്ദൂരി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതാ പകുതിയോളം ശബ്ദരേഖകളുടെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയായി എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പോഴും ശാസ്ത്രീയ പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആ വിഷയത്തിലൂടെ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകും. ഇപ്പോൾ തന്നെ രാഹുലിന്റെ ശബ്ദം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ആ കേസിലുള്ള തുടർ വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലവിൽ ഏതായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉള്ളത് ഉടനെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി യുവതിയുടെ മൊഴിയും അതോടൊപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും ഒപ്പം രാഹുലിന്റെ ബന്ധുക്കളുടെ മൊഴിയും ഒക്കെയും തന്നെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ യുവതിയുടെ മൊഴി ശരിവെക്കുന്ന രീതിയിലുള്ള ഡോക്ടർമാരുടെയും മൊഴി പോലീസിന് ലഭ്യമായത്. ഒപ്പം തന്നെയാണ് ശബ്ദരേഖയും അത് കൃത്രിമമല്ല എന്ന് തെളിയിക്കുന്ന പരിശോധനയിലൂടെ വ്യക്തമായിരിക്കുന്നത്. ഇനി ഉള്ളത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീങ്ങേണ്ട ഇനിയൊരു നീക്കം എന്ന് പറയുന്നത് അറസ്റ്റ് തന്നെയാണ്. അറസ്റ്റ് എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കേരളം മുഴുവനും വ്യാപിപ്പിച്ച ഒരു പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം കോയമ്പത്തൂരിലേക്കായിരിക്കാം രാഹുൽ കടന്നു കളഞ്ഞത് എന്നത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു സംശയം നിലനിർത്തി കോയമ്പത്തൂർ അടിസ്ഥാനമാക്കിയും പരിശോധന നടക്കുന്നുണ്ട്. ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ചും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് നിലവിൽ രാവിലെയോടുകൂടി രാഹുൽ ഇത്തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ രാഹുലിന്റെ വാഹനം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. എന്നാൽ അതിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാഹുൽ തിരുവനന്തപുരത്ത് എത്തി എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാഹുൽ ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞോ എന്ന സംശയം കൂടി അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ബാംഗ്ലൂരുവിലേക്കും ഒരുപക്ഷെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പരിശോധന എന്ന് തന്നെയാണ്. ഉടൻ തന്നെ രാഹുലിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. സിന്ദൂരി, ശരി മനസ.